ഞാൻ പറയട്ടെ, എന്തായി, എന്തൊക്കെയാണ് വിശേഷം? ഇന്ന് വെള്ളിയാഴ്ചയാണ്. നല്ല ചിക്കൻ കറി ഇടണം. അനീസ് വെള്ളിയാഴ്ച ജോലിയില്ല. നാട്ടിലത്തെ പോലെ ഞായറാഴ്ചയാണല്ലോ ഇവിടെ വെള്ളിയാഴ്ച. ഞാനിങ്ങനെ എന്താണ് കണ്ടന്റ് എന്നുള്ളതിനെ പറ്റി ആലോചിക്കുമ്പോൾ സാധാരണ ജോലിയുള്ള ദിവസങ്ങളിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു നോർമൽ കാര്യം ഡേ ഓഫ് ഉള്ള ദിവസം ഇല്ല. നിങ്ങൾ വിചാരിക്കും പല്ലിയപ്പോ പുളി എന്തെങ്കിലും ആയിരിക്കും. അത് സാധാരണ ദിവസമില്ല, വെറുതെ പറഞ്ഞാൽ അത് എല്ലാ ദിവസവും ഉണ്ടല്ലോ. അപ്പോൾ അതല്ല, എല്ലാ ദിവസവും ദോഹയിലെ കല്യാണപ്പന്തൽ എന്ന് പറഞ്ഞൊരു കൊച്ചിക്കാരുടെ റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ഖാലിദിക്കയുടെ ഒരു ചായ ഉണ്ട്. അത് രാവിലെ മുടങ്ങാത്തതാണ്. കാരണം എൻ്റെ മെസ്സ് കല്യാണപ്പന്തലിലാണ്. അപ്പോൾ ഖാലിദിക്കയുടെ ചായ മുടങ്ങാറില്ല. ഖാലിദിക്കയാണ് ഇന്നത്തെ എൻ്റെ കണ്ടൻറ്റ്. ഖാലിദിക്കനെ പറ്റി പറയുമ്പോഴത്തേക്കും എല്ലാ ചായക്കാരും അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അല്ലാത്ത ചായക്കാരെ കണ്ടിട്ടുണ്ട്. അതായത് ആരോടും ഒരു പരാതിയില്ലാണ്ട് ഒരു 10 പേര് അറ്റ് എ ടൈം വന്നാൽ പോലും 10 പേർക്കും 10 ചായ ആയിരിക്കും വേണ്ടത്. കടുപ്പം കൂട്ടി, കടുപ്പം കുറച്ച്, ലൈറ്റ് മധുരം കൂട്ടി കുറച്ച്, അത് സീനാണ്. നമ്മളൊക്കെ ആണെങ്കിൽ എപ്പോൾ പണി നിർത്തിയിട്ട് പോയെന്ന് ചോദിച്ചാൽ മതി. പക്ഷെ അത് അവരുടെ പ്രൊഫഷനാണ്. പക്ഷെ എന്നാലും ചിരിച്ച മുഖത്തോടുകൂടി ചായ എന്നൊരു കാലത്തൊക്കെയുണ്ട്. ഞാൻ കാണിച്ചു തരും. ഇപ്പോൾ അമ്മച്ചിയുടെ ചായ കുടിക്കുന്നതിനേക്കാളും കൂടുതൽ 6 മാസം കണ്ടിന്യൂസ് കുടിച്ചേക്കുന്നത് കാലിദിക്കയുടെ ചായയാണ്. കാലിദിക്കേനെ പോലെ നല്ല ചായ തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങളൊരു ഫേവറേറ്റ് ചായ ചേട്ടൻ ഉണ്ടാവില്ലേ? ചായ ചേട്ടനൊന്ന് ഓർത്തേ. ഇതൊക്കെ ഒരു കണ്ടന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ കുറേ പേര് ഇന്ന് കാലിദിക്കനെ പറ്റി അല്ലെങ്കിൽ അവർക്ക് ചായ തന്നെ ചേട്ടനെ പറ്റി ഓർക്കും. അത് ഒരു നല്ല കാര്യമല്ലേ, മോശം കാര്യമല്ലേ? ഞാനൊരു സാധനം കാണിച്ചേരട്ടെ. ഇത് കണ്ട ഇതാണ് തക്കാളി. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന. അങ്ങനെയൊക്കെയാണ് അപ്പോൾ കാര്യങ്ങൾ. അപ്പോൾ ശരി, ഇതറക്കട്ടെ.